എല്ലാ ആഴ്ചത്തെ പോലെയും കൃത്യം നമ്മുടെ ഇന്നത്തെ ടെക് ഗുരു ആ ഒരു സെലിബ്രിറ്റീനെ നമ്മൾ തിരഞ്ഞെടുത്ത് സംസാരിക്കാനുള്ള റൈറ്റ് ടൈമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻഫോ ഹൈവേ ആണ്. ഇൻഫോ ഹൈവേ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു സെഗ്മെൻ്റ് ആണ്. നമ്മുടെ ടെക്നോളജി ലോകത്തെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ റിമാർക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സെഗ്മെൻറ്റ് ടെക് ഗുരു. അപ്പോൾ ഇന്ന് വരുന്ന ടെക് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ ചിലപ്പോൾ അറിയാതെ നമ്മുടെ മെയിലുകളിലേക്കും നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ തിരഞ്ഞെടുത്ത് പോകുമ്പോൾ ഒക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയിട്ടുള്ള ഒരു സൈറ്റുണ്ട്. ആ സൈറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഓണറാണ് ഇദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നും കിട്ടുന്ന സമയത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് അത് നമ്മുടെ മാതൃഭാഷയിൽ നമുക്കത് മനസ്സിലാവുന്ന രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് എല്ലാവർക്കും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് രതീഷ് ആർ മെനൻ. അദ്ദേഹത്തിനോട് സംസാരിക്കാം. ഹലോ നമസ്കാരം, വെൽക്കം ടു ദ ഷോ സർ. നമസ്കാരം മാഡം. യെസ്, അപ്പോൾ സ്ഥലം എവിടെയാണ് പ്രതീഷ്? ഞാൻ നോർത്ത് പറവൂർ, എറണാകുളം നോർത്ത് പറവൂർ. അപ്പം ഞാൻ ഈ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളൊക്കെ അറിയാതെ ആണെങ്കിൽ പോലും ഈ വെബ്സൈറ്റുകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും പല ഇൻഫർമേഷൻ. അങ്ങനെയാണോ ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് എടുത്തിട്ടുണ്ടാവും. ആ ഒരു സൈറ്റിന്റെ ക്രിയേറ്ററാണ്. എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് തുടങ്ങിയത്? ഞാൻ സുഹൃത്ത്.com തുടങ്ങിയത് 2009 2009 മുതലുണ്ടല്ലേ? ഓക്കെ. അതെ അതെ. അപ്പോൾ ഇതിനകത്തുള്ള കണ്ടന്റ് ഇങ്ങനെ കൊടുക്കണം, അല്ല ഇത്രയും ഇൻഫർമേഷൻ കൊടുക്കണം എന്ന് തോന്നി ഇങ്ങനെ ചെയ്യാനുണ്ടായ ഒരു കാര്യം എന്താണ് അന്ന് ആ സമയത്ത്? കാരണം ഞാൻ ഒന്ന് ഓർക്കുഡൊക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് ധാരാളം കൂട്ടുകാർ വന്നിട്ട് എന്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പോ ഞാൻ സ്വന്തം അതില് അത്ര അഗ്രഹണീയൊന്നല്ല എങ്കിലും നമുക്ക് അറിയാവുന്ന അറിവുകൾ അവർക്ക് പകർന്നു നൽകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ സാധാരണ നമ്മള് ഒരു നമ്മളൊരു സംശയം നമ്മൾ ചർച്ച ചെയ്താൽ പോലും അത് ലഭിക്കുന്നതെല്ലാം തന്നെ ഇംഗ്ലീഷിലായിരിക്കും. സാധാരണക്കാരനത് ഒരിക്കലും ഇംഗ്ലീഷിൽ മനസ്സിലാവുക എന്നത് സ്വല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഗ്രാമറൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ വാക്കുകളുടെ അർത്ഥം അറിയാമെങ്കിൽ പോലും ഗ്രാമർ വെച്ച് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ നമുക്കത് മലയാളത്തിലേക്ക് നൽകാം എന്നുള്ള രീതിയിലാണ് സുഹൃത്ത്.com ഞങ്ങൾ നൽകി തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു യാദൃശ്ചികമായിട്ടാണ് താങ്കളെ നമുക്ക് കിട്ടിയത് തന്നെ. കാരണം പലപ്പോഴായിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പണ്ട് മെയിലിൽ വരുന്നുണ്ടായിരുന്നു. 2008-9 ആ ഒരു 9 മലയാളത്തിലുള്ള പല ഇൻഫർമേഷൻ വരികയും ഞാൻ ഇതിൻ്റെ വേര് തേടി പോയിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു യാദൃശ്ചികമായി ഇന്നിപ്പോൾ കോളിൽ വരുമ്പോൾ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മുടെ പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും പലപ്പോഴും മലയാളത്തിൽ കണ്ടത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നമ്മൾ. ഇതല്ലാതെ മറ്റെന്താണ് പ്രൊഫഷൻ, എന്താണ് ജോലി ചെയ്യുന്നത്? ഞാൻ ഒരു വെബ് ഡെവലപ്പറാണ്, ഒരു ഫ്രീലാൻസ് വെബ് ഡെവലപ്പറാണ്. വെബ് പോസ്റ്റിംഗ്, ഡൊമൈനുകൾ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ സുഹൃത്ത്.com കൂടാണ്ട് ഫേസ്ബുക്കിൽ എനിക്കൊരു പേജ് ഉണ്ട്. ആ ഫേസ്ബുക്കിൽ കൂടിയും വീഡിയോകളായിട്ട്, സാധാരണ നമ്മൾ ഒരു ആർട്ടിക്കിൾ എഴുതിയാണ് അറിവുകൾ നൽകിയിരുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ അത് മലയാളം വീഡിയോകളായിട്ട് നൽകുന്ന ഒരു ഇത് കൂടിയുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാണ്? അതെ അതെ. എല്ലാ പരിപാടിയും ഒരു വീട്ടിലിരുന്ന് സ്വയം ഒരു ഫ്രീ ടൈം കിട്ടുമ്പോ ചെയ്യുന്നുണ്ട്. എന്താ ഫേസ്ബുക്കിന്റെ ആ ഒരു പേജിന്റെ നെയിം എന്താ? പേജ് നെയിം എന്താ? അത് രതീഷ് ആർ മെനൻ ഒഫീഷ്യൽ എന്നടിച്ചു കഴിഞ്ഞാൽ എല്ലാ പേജ് വരും. ആണല്ലേ? അപ്പൊ നമ്മൾ ഈ ഷോർട്ട് വേർഡ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ സ്പ്രെഡ്ഷീറ്റ്, എക്സൽ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ സംശയങ്ങളെല്ലാം അങ്ങനെയുള്ളതെല്ലാം ബേസിക് ആയിട്ടുള്ള എല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ, കാരണം നമുക്ക് ഒരു തുടക്കക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അത്യാവശ്യം അയാൾക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളും ഞാൻ അതിൽ കൂടി നൽകാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ എത്ര പേരുണ്ട്? ഇത് തന്നെയാണോ ചെയ്യുന്നത്? അതൊരു വല്ല ടീം വർക്ക് ഗ്യാങ് ഉണ്ടോ ഇതിൽ? ഇല്ല, ടീം വർക്ക് ഒന്നുമില്ല. എന്നാൽ ഇപ്പൊ ചില സമയം നമുക്ക് ചില ആപ്ലിക്കേഷനുകളൊക്കെ, അതായത് ഗൾഫിലിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഗൾഫിൽ അവിടുത്തെ യൂസേഴ്സിന് ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ബ്ലോക്കഡ് ആയിരിക്കും. ഇപ്പൊ അവർക്ക് ഫ്രീ കോൾ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ ഇരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് അബ്ദുൾ മുനീർ ഉണ്ട്. അവനെ കൊണ്ട് അവനവിടെ ഇരിക്കുമ്പോ അവൻ സൗദിയിൽ പോകുന്ന സമയത്തൊക്കെ അവൻ ചെക്ക് ചെയ്ത് തരും. പിന്നെ അല്ലാത്തത് ബാക്കി ഇവിടെ ഇരുന്ന് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ. അപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഈ ഒരു പേജിന്, അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അല്ലെ? ഫേസ്ബുക്കിൽ അല്ല, യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പൊ നിലവിലൊരു 5,36,000 കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 5,36,000 ഫോളോവേഴ്സ് ഉണ്ട്. അതെ. പിന്നെ യൂട്യൂബിൽ ഒരു 80,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഗ്രേറ്റ്. അപ്പൊ എന്തായാലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഇങ്ങനെ ഒരു നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണല്ലേ, നമ്മുടെ ഒരു ഇഷ്ടം, പാഷനാണ് പറഞ്ഞു കൊടുക്കുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിലുള്ള ഒരു ലാഭേച്ഛ ഇല്ലാതെ ചെയ്യുന്ന കാര്യം അല്ലേ?
അതെ, ലാഭേച്ഛ തന്നെ നമുക്ക് അതിലൊരു ലാഭമുണ്ട്. അതായത് നമ്മൾ ഒരാൾക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കുമ്പോ ആ വ്യക്തി നമ്മളോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിൽ നിന്ന് നമുക്ക് പുതിയൊരു അറിവ് ലഭിക്കും. കാരണം ആ വ്യക്തിക്ക് നമ്മളൊരു മറുപടി നൽകണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും ഗൂഗിളിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത് പഠിക്കും. അപ്പൊ അതിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു അറിവ് നമ്മുടെ ലാഭമാണ്. ശരിയാണ്, എക്സാക്ട്ലി. താങ്ക്ഫുൾ. എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഇങ്ങനെ സംസാരിച്ച ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു. അപ്പം രതീഷ് ആർ മെനൻ എന്ന ഫേസ്ബുക്ക് പേജ് അവൈലബിൾ ആണ് അല്ലെ? അതുപോലെ തന്നെ യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബില് എല്ലാ വീഡിയോകളും ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു 2 വർഷമായി ഞാൻ ഇത് വീഡിയോകളായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും നൽകി തുടങ്ങിയിട്ട് ഇപ്പൊ നിലവിലൊരു 580ഓളം വീഡിയോകൾ ഇതുവരെ മലയാളത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് തീർച്ചയായിട്ടും അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വെബ് ലിങ്കുകളായിരിക്കും ഇന്നിപ്പോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സക്സസ്ഫുൾ ആവട്ടെ. ഇനിയുമുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും ധാരാളം ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും രതീഷ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പലപ്പോഴും നമ്മൾക്ക് ചിലപ്പോൾ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടാറുണ്ട്. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷോ കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള റെയിൻബോ ഒരുക്കുന്ന ഈ ഒരു ഷോ കുറേ വർഷമായി നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇൻഫോ ഹൈവേ എന്നുള്ള പേരിന് മുന്നേ കമ്പ്യൂട്ടർ അപ്ഡേറ്റ്സ് എന്നുള്ള പേര് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കാം. ആ ഒരു പേരിൽ പോലും നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരുപാട് നല്ല സെഗ്മെൻറ്റുകളിലൊക്കെ ഈ ഒരു suhruth.com എന്ന് പറഞ്ഞ സൈറ്റിനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഈ മലയാളത്തിലുള്ള ഈ ഒരു വെബ്സൈറ്റ് ആണ് അന്നും ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ പലതും നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടവർക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ആ ഒരു വെബ്സൈറ്റിലൂടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴും പല കാര്യങ്ങളിൽ നമുക്ക് ചില വാട്സാപ്പിലെ പോലുള്ള അത്തരം കാര്യങ്ങളും പിന്നെ മൊബൈൽ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പല അറിവില്ലാത്ത കാര്യങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ആ വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ റെയിൻബോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ രതീഷ് ആർ മേനൻ എന്നുള്ള പേജ് ഒന്ന് വിസിറ്റ് ചെയ്താലും ആ ഒരു കുറേ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് അദ്ദേഹം മലയാളത്തിലെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ലിസണേഴ്സിന് എല്ലാവർക്കും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യാം, അത് നോക്കുക. ഇതുപോലെ നല്ല നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള പല ഇൻഫർമേഷനുമായിട്ട് ടെക് ഗുരു അടുത്ത ആഴ്ച 7 മണിക്ക് കേൾക്കാം. ഇത് ഇൻഫോ ഹൈവേ നിങ്ങൾ കേൾക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5ലൂടെ. ഇനി വരുന്നു നല്ലൊരു പാട്ട്, നല്ല സൂപ്പർ പാട്ട്, കലാഭവൻ മണി ആലപിച്ചൊരു പാട്ട്. വീഡിയോ ആയിട്ട് അദ്ദേഹം മലയാളത്തിലെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ലിസണേഴ്സിന് എല്ലാവർക്കും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യാം, അത് നോക്കുക. ഇതുപോലെ നല്ല നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള പല ഇൻഫർമേഷനുമായിട്ട് ടെക് ഗുരു അടുത്ത ആഴ്ച 7 മണിക്ക് കേൾക്കാം. ഇത് ഇൻഫോ ഹൈവേ നിങ്ങൾ കേൾക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5ലൂടെ. ഇനി വരുന്നു നല്ലൊരു പാട്ട്, നല്ല സൂപ്പർ പാട്ട്, കലാഭവൻ